It's me Marina Javi. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു വെജിറ്റബിൾ നൂഡിൽസിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൂഡിൽസ് മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ചിക്കൻ മസാല മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഉപയോഗിച്ചിട്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വെജിറ്റബിൾ നൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം നൂഡിൽസ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നൂഡിൽസ് മസാലകളില്ലാത്ത സാധാരണ നൂഡിൽസ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 6 ബീൻസ് നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ട്, ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മസാല എന്ന് പറയുകയാണെങ്കിൽ ചിക്കൻ മസാലയാണ് കേട്ടോ. അത് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ തുടങ്ങി ഒരു 2 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് വേണമെങ്കിൽ 2 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് വേണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ വേണം. അപ്പം ഇത്രയും കാര്യങ്ങളും മതി നമുക്ക് വെജ് നൂഡിൽസ് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പം നൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു പകുതിയോളം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നൂഡിൽസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ചില നൂഡിൽസ് കുറച്ചധികം തന്നെ സമയം എടുക്കും. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന മാഗി ഇപ്പൊക്കെ ആണെങ്കിൽ 2 മിനിറ്റ് കൊണ്ടൊക്കെ ഒന്ന് വെന്ത് വരും കേട്ടോ. പക്ഷെ ഇത് കുറച്ച് കട്ടിയുള്ള നൂഡിൽസ് ആയ കാരണം ഒരു 4-5 മിനിറ്റോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നൂഡിൽസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് ഞെക്കി നോക്കുമ്പോൾ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നൂഡിൽസ് ഇപ്പോൾ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു സ്ട്രെയിനറിലോട്ടൊന്ന് ഊറ്റാൻ പോവുകയാണ്. അപ്പം നമ്മൾ വേവിച്ച നൂഡിൽസ് നമ്മളൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ നൂഡിൽസ് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ തണുത്ത വെള്ളം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നമ്മൾ തണുത്ത വെള്ളത്തിൽ വേവിച്ച നൂഡിൽസ് ഇട്ട് കഴിഞ്ഞാൽ നൂഡിൽസ് ഇനിയും വേവേയില്ല, തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ നന്നായിട്ട് നല്ല ലെങ്തി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട നൂഡിൽസ് ഞാനൊരു സ്ട്രെയിനറിലോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കൂടത്തിൽ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി അധികം വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാല ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മസാലയിലെ നൂഡിൽസുമ്പോൾ നന്നായിട്ട് പിടിച്ചോളൂ കേട്ടോ. നൂഡിൽസിന് നല്ലൊരു കളറായിട്ട് വരും, നല്ല ടേസ്റ്റി ആയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് അവസാനം മസാല കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വിതറി കൊടുത്താൽ മതി കേട്ടോ.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 3-4 മിനിറ്റോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാലയെല്ലാം നന്നായിട്ട് നൂഡിൽസിന് ആയി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അധികം മസാല ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.